ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അഷ്ടമുടി ലേക്കിൻ്റെ അടുത്തുള്ള ഐലൻഡിലേക്കാണ്. പെട്ടെന്നുണ്ടായൊരു പ്ലാനും കാര്യങ്ങളുമായിരുന്നു. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. അതിനുശേഷം കുറേ നേരത്തെ ആലോചനകൾക്ക് ശേഷം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ജാനി ഭയങ്കര ഹാപ്പിയും അതേപോലെ എക്സൈറ്റഡും ആയിരുന്നു. കാര്യം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം കാര്യങ്ങളൊക്കെ ചെറിയ പേടിയുണ്ട്. ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും. എനിക്ക് ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുതല വരും, അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഫിലിംസിനും കാര്യങ്ങളും കാണത്തില്ലേ. അപ്പോൾ ആ ഒരു തോട്ടാണ് എൻ്റെ മൈൻഡിൽ. എന്തായാലും അതൊക്കെ മാറ്റി വെച്ച് എന്തായാലും ഒരുപാട് ആഴമൊന്നുമില്ല, ആഴമുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മൾ ചേട്ടൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ഐലൻഡ് ഫോം ആയത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നല്ലൊരു ചേട്ടനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേട്ടൻ എടുത്തു തന്നു. അതിനുശേഷം പിന്നെന്താണ് എല്ലാം കണ്ടു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഷോ ഓഫാണ് കാണുമ്പോഴേ അറിയാം, തുഴയാൻ അറിയത്തുള്ളത്. അതിനുശേഷം പിന്നെ ചേട്ടൻ്റെ വകയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിലെ പറ്റിയൊക്കെ ഉള്ളതും അതൊക്കെ കേട്ടിരുന്നു. ലാസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്ക് ക്ലൈമറ്റ് നല്ലൊരു ചേഞ്ച് വന്നു, നല്ലൊരു രസമായിരുന്നു കാണാനൊക്കെ. അങ്ങനെ നമ്മൾ നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. ജാനിയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലോ വെള്ളത്തിനകത്ത് ഇറങ്ങാൻ. ഓക്കെ, അത് ഒബിയസ്ലി കൊച്ചുങ്ങൾ അങ്ങനെയാണ്. കണ്ട ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് നല്ലൊരു ക്ലൈമറ്റൊക്കെ ചേഞ്ചായി വന്നു. ഒരു മഴ, ഒരു മൂടൽ, ആ ഒരു കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ടൈം ഇവിടെ പോയിരുന്നു ഫാമിലിയായിട്ട്. അവരും ഹാപ്പി ആയിരുന്നു. ആ ടൈമിൽ നമ്മൾ കയാക്കാണ് ട്രൈ ചെയ്തത്. കാണുന്ന പോലല്ല, ലാസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ആയി.